വർഷം 1990 മെയ് 17. അന്ന് ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാന നഗരിയായ കേപ്പ് ടൗണിൽ പിറന്ന ആ ആൺകുട്ടിയെ മുത്തശ്ശി ടെംബ ബാവുമ എന്ന് വിളിച്ചു. പ്രതീക്ഷ എന്നർത്ഥം വരുന്ന ടെംബ എന്ന പേരിടുമ്പോൾ മുത്തശ്ശി ഒരിക്കലും നനച്ചു കാണില്ല തൻ്റെ കൊച്ചുമകൻ ആ രാജ്യത്തെ 6.5 കോടി ജനങ്ങളുടെയും പ്രതീക്ഷയാവുമെന്ന്. എന്നാൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം ഒരു രാജ്യത്തിന്റെ ഒന്നടങ്കം സ്വപ്നത്തിലേക്ക് ആ കുറിയ മനുഷ്യൻ വഴിവെട്ടിയിരിക്കുന്നു. വഴിത്താരയിലെ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് തൻ്റെ രാജ്യത്തെ കൈപ്പിടിച്ചാനയിച്ചു. ഇന്നലകളിൽ താണ്ടിയ കളി ജീവിതത്തിന്റെ ദൂരങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ ബാവുമ ഓടിക്കയറിയത് എക്സ്പ്രസ് ഹൈവേകളിലൂടെ ആയിരുന്നില്ല. ദുർഘടപാതകളിലൂടെ ഓഫ് റോഡ് റൈഡ് നടത്തിയാണ് അയാൾ ഫിനിഷിംഗ് പോയിന്റ് തൊട്ടത്. ടീമിലെ മറ്റുള്ളവരുമായി അയാളുടെ ഉയരം താരതമ്യം ചെയ്തും ഉറങ്ങുന്നതിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുമെല്ലാം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു ബാവുമക്ക്. നിറത്തിന്റെ പേരിലുള്ള വേർതിരിവ് തന്നെ മാനസികമായി തകർക്കുന്നുവെന്ന് തുറന്നു പറയേണ്ടി വന്ന താരം. 5 അടി 4 ഇഞ്ച് മാത്രമാണ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബാവുമയുടെ ഉയരം. ടീമിലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞ താരം. എന്നാൽ പോരാട്ട വീര്യത്തിൽ തൻ്റെ തലപ്പൊക്കത്തിനൊപ്പം എത്താൻ ആരുമില്ലെന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ബാവുമ തെളിയിച്ചു. പ്രോട്ടീസിന്റെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ ക്യാപ്റ്റൻ എന്ന ഖ്യാതിയോടെയും അത്ര തന്നെ വിവാദത്തോടെയുമാണ് അയാൾ ടീമിന്റെ നായകനായത്. എന്നാൽ ഒരു രാജ്യം മുഴുവൻ തന്നിലർപ്പിച്ച പ്രതീക്ഷയെ അയാൾ തൻ്റെ പേര് പോലെ തന്നെ അന്വർത്ഥമാക്കി. ക്രിക്കറ്റിലെ തന്നെ അതികായന്മാരായ താരങ്ങൾക്ക് പോലും നേടാനാകാത്ത റെക്കോർഡുകൾ സ്വന്തം കൈപ്പിടിയിലൊതുക്കിയാണ് അയാൾ തൻ്റെ രാജ്യത്തെ വിശ്വകിരീടത്തിലേക്ക് നയിച്ചത്. കിരീട നേട്ടത്തിനു ശേഷം ക്യാപ്റ്റൻ ബാവുമയുടെ സെലിബ്രേഷൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഐക്കോണിക്കായ ടെസ്റ്റ് മേസ് കയ്യിൽ പിടിച്ച് മെഷീൻ ഗൺ പോലെ വെടിവെക്കുന്നത് പോലെ ബാവുമ അനുകരിക്കുകയായിരുന്നു. അതെ, അതൊരു വെടിവെപ്പായിരുന്നു. വർണ്ണവെറിയുടെയും ബോഡി ഷേമിങ്ങിന്റെയും കൂരമ്പുകൾക്ക് നേരെ അതിനെയെല്ലാം അതിജീവിച്ച ഒരു ജേതാവിന്റെ വെടിവെപ്പ്.